പൊന്നാനിയെ ആത്മീയ ഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമാക്കണമെന്ന് സി മുഹമ്മദ് ഫൈസി. പൊന്നാനി മസ്ജിദ് മുസമ്മിൽ ഇജാബയിൽ പരമ്പരാഗതമായി വർഷം തോറും നടത്തിവരാറുള്ള അംബിയാ മുർസലീങ്ങളുടെ ആണ്ട് നേർച്ചയോടനുബന്ധിച്ച് നടന്ന ആത്മീയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി മുഹമ്മദ് ഫൈസി. അംബിയാ മുർസലീങ്ങൾ നന്മയുടെയും നിർധനരോടുള്ള അനുകമ്പയുടെയും മാതൃകയാണ് നമുക്ക് കാണിച്ചു തന്നത്. അതിനാൽ നാം നിർധനർക്ക് സംരക്ഷണവും വിദ്യാഭ്യാസവും നൽകാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാവണമെന്ന് അദ്ദേഹം പറഞ്ഞു. മൗലൂദ് പാരായണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അംബിയാ മുർസലീങ്ങളുടെ മൗലൂദാണ്. പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം അംബിയാ എന്ന അധ്യായമാണ്. ആ അംബിയാക്കളെ മൗലൂദാണ് ഇവിടെ നടക്കുന്നത്. ആ അംബിയാ 21-ാം അധ്യായത്തിലെ സൂറത്തുൽ അംബിയായിൽ 112 ആർട്ടിക്കിളുകളാണുള്ളത്. ആ 112 ആർട്ടിക്കിളുകളിൽ 11 പ്രവാചകന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിലാദ്യത്തെ പ്രവാചകൻ അബ്രഹാം എന്ന് ക്രിസ്ത്യാനികൾ വിശേഷിപ്പിക്കുന്ന, എല്ലാ മതക്കാരും ആദരിക്കുന്ന, മുസ്ലിമീങ്ങൾ ഇബ്രാഹിം നബി എന്ന് വിളിക്കുന്ന ആ നേതാവാണ് അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ത്യാഗം അനുഭവിച്ച ആൾ. നമ്മുടെ ഹബീബ് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച അത്ര ത്യാഗങ്ങൾ ചരിത്രത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. മക്കയിൽ നിന്ന് 400 കിലോ ദൂരമുള്ള മദീനയിലേക്ക് മൈഗ്രേഷൻ നടത്തിയത്, സ്വന്തം നാട്ടുകാരായ ആളുകളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിച്ചത്, സത്യസന്ധതയുടെ ഏറ്റവും വലിയ നിദർശനമായിരുന്ന, പ്രതീകമായിരുന്ന ഒരു വലിയ മനുഷ്യൻ മക്കയിൽ ത്യാഗം അനുഭവിക്കേണ്ടി വന്നത് അവർ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുടെ പേരിലായിരുന്നു. ഹാജി കെ മുഹമ്മദ് കാസിംകോയ അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് 3000-ഓളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണവും അന്നദാനവും നടത്തി. മലബാറിലെ മക്ക, പൊന്നാനി മക്ബറകളുടെ നാട് എന്ന ഹാജി കെ മുഹമ്മദ് കാസിംകോയ രചിച്ച പുസ്തകം മുൻ MLA പി നന്ദകുമാറിൽ നിന്ന് അക്ബർ ട്രാവൽസ് MD ഡോക്ടർ KV അബ്ദുൽ നാസറിന്റെ പ്രതിനിധി PV അയ്യൂബ് സ്വീകരിച്ച് പ്രകാശനം ചെയ്തു. സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ, സയ്യിദ് സീദിക്കോയ തങ്ങൾ, സി ഹരിദാസ്, വഖഫ് ബോർഡ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, MP മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് സഹൽ ബാഫക്കി തങ്ങൾ, PV അയ്യൂബ്, അബ്ദുള്ള ബാക്കവി ഈയാട്, മുസ്തഫ കാമിൽ സക്കാഫി ചെറുതുരുത്തി, TK അഷ്റഫ്, TV അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ, A പവിത്രകുമാർ, M അബ്ദുൽ ലത്തീഫ്, യഹ്യ നഈമി, തറയിൽ റഫീഖ്, സയ്യിദ് അമീൻ തങ്ങൾ, പട്ടാമ്പി മോഹനൻ, ഡോക്ടർ ഉസ്താദ് കോയ കാപ്പാട് എന്നിവർ സംബന്ധിച്ചു.